അതിജീവനത്തിന്റെ പാതയിലുള്ള വയനാടിനെയും വെള്ളാർമല സ്കൂളിനെയും ഒക്കെ നമുക്കറിയാം. ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നവർ ഇത്തവണത്തെ കലോത്സവത്തിലും പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷുമായി ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിനായി എത്തിയ കുട്ടികളെ കാണാൻ റവന്യൂ മന്ത്രി കെ രാജൻ മത്സരവേദിയിലേക്ക് ഓടിയെത്തി. മാഷിനെയും വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തി അഭിനന്ദിച്ച മന്ത്രി വലിയ സന്തോഷമാണ് ന്യൂസ് മലയാളവുമായി പങ്കുവച്ചത്. വയനാട് ദുരന്തത്തിൽ തകർന്നടിഞ്ഞു പോയ വെള്ളാർമല സ്കൂളിനെ കുറിച്ച് നമുക്കറിയാം. അതിജീവനത്തിന്റെ പാതയിലുള്ള സ്കൂളും വിദ്യാർത്ഥികളും ഇത്തവണത്തെ കലോത്സവത്തിലും പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷിനൊപ്പമാണ് വിദ്യാർത്ഥികൾ എത്തിയത്. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ അമ്പലപ്പുഴക്കാരനായ അധ്യാപകൻ പ്രത്യേക താല്പര്യമെടുത്താണ് അവരെ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചത്. ആ വഞ്ചിപ്പാട്ടിൽ വിദ്യാർത്ഥികൾ പ്രകടനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവരെ അഭിനന്ദിക്കാനും കാണാനും മന്ത്രി കെ രാജൻ കൂടി എത്തിയിരിക്കുകയാണ്. വയനാടും പുത്തുമലയും ഒക്കെ വെള്ളാർമലയും ഒക്കെ അതിജീവനത്തിന്റെ പാതയാണ്. അവരുടെ അതിജീവനത്തിന് കരുത്തു പകരുകയാണ് ഉണ്ണികൃഷ്ണൻ മാഷും ഈ വിദ്യാർത്ഥികളുമല്ലേ. ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു പള്ളിക്കൂടവും അധ്യാപകരും കുട്ടികളുമാണ് അവിടുത്തെ. കാരണം അത്രയേറെ അവരുമായിട്ട് ആത്മബന്ധം പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ കണ്ണീരിൻ്റെയും നഷ്ടങ്ങളുടെയും നടുവിൽ നിന്ന് പുന്നപ്പുഴ ഒരുക്കിയിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ അതിജീവിച്ചുകൊണ്ട് 63ാമത് സ്കൂൾ യുവജനോത്സവത്തിൽ മക്കൾ പാടുകയും ആടുകയും ചെയ്തു. അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു. ഇപ്പോൾ വഞ്ചിപ്പാട്ടിലേക്ക് ഇവർ വന്നു. വെള്ളാർമല സ്കൂളിലെ കുട്ടികളുമായിട്ട് ഉണ്ണിമാഷ് വന്നിട്ടുണ്ട് എന്ന് ഇന്നലെ അറിഞ്ഞത് മുതൽ ഇവരുടെ പരിപാടി കഴിഞ്ഞിട്ട് കാണാം. ആദ്യം കണ്ടിട്ട് അവരുടെ ഒരു കോൺസെൻട്രേഷൻ കളയരുതെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ വരാഞ്ഞത്. രാവിലെ ഞങ്ങൾ വഴിയിൽ വന്നു. മാഷ് വിളിച്ചപ്പോൾ 9ാമത്തെയാണ്, അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചാണ്. ഇവർ കേരളത്തിൻ്റെ ഒരു മാതൃകയാണ്. ഇത്ര ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കണ്ണീരിൻ്റെയും നടുവിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ കുട്ടികൾ ഉയർന്നു വരികയാണ്. വലിയ സന്തോഷമാണ്. യഥാർത്ഥത്തിൽ കണ്ണീര് വരുന്ന സന്തോഷമാണ്. വലിയ ആത്മവിശ്വാസവും സന്തോഷം. മാഷ് പുറകിൽ നിൽക്കാതെ മുന്നോട്ട് വരണം. വയനാട്ടുകാരനായ മന്ത്രി ആയിരിക്കും ഒരുപക്ഷെ അറിയാവുന്നത്. ഞങ്ങളുടെ തൃശ്ശൂർക്കാരൻ മന്ത്രിയാണ്. നിങ്ങൾ വയനാട്ടുകാരൻ എന്ന് പറഞ്ഞത് വേണ്ട. എന്താണ് കഴിഞ്ഞ കലോത്സവത്തിലും മന്ത്രി ഉണ്ടായിരുന്നു, ഇത്തവണയുണ്ട്. നിങ്ങളിവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ് വന്ന് നേരിട്ട് കാണാൻ വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? സാർ ഞങ്ങൾക്ക് കരുത്തായിട്ട് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ സ്കൂളിന് പുതിയ സ്ഥലം കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം പോയി. അപ്പോൾ ഞങ്ങൾ പുതിയ സ്കൂൾ കിട്ടുമെന്നുള്ള ഒരു വലിയ വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്, വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. ഓക്കെ, വെള്ളരിമലയുടെ താഴ്വാരത്ത് പുന്നപ്പുഴയുടെ ഓരം ചേർന്ന ആ വിദ്യാലയത്തിൽ നിന്നും അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. കലോത്സവ സന്തോഷങ്ങൾ അവർ പങ്കിടുകയാണ്. മന്ത്രി കെ രാജനും വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ ആ കലോത്സവ വേദിയിലെത്തിയിരിക്കുന്നു. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.